അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചയൂണിന് നമ്മൾ സാമ്പാറാണ്. അതായത് നമ്മൾ വീട്ടിൽ സാധാരണ നമ്മൾ പെട്ടെന്നൊക്കെ എടുക്കുന്ന സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ. അപ്പോൾ പിന്നെ നമ്മൾ മീൻ വറക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അയില ചമ്പാൻ. അപ്പോൾ അതാണ് വറക്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 5 അയില ചമ്പാൻ അതാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ വറക്കാൻ മാത്രമല്ലേ, അപ്പോൾ അത് നന്നാക്കാണ്. അതിന് പിന്നെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊളിച്ചെടുക്കാണ്ടത് ഒരു മുള്ളു പോലെ തന്നെ കുറച്ചൊരിത് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 5 എണ്ണം വറക്കാൻ വേണ്ടി മാത്രം വാങ്ങി. പിന്നെ സാമ്പാറാണല്ലോ വെക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ വറക്കാനുള്ളതിൻ്റെ ഒക്കെ നന്നാക്കി അതൊക്കെ മസാല തിരുമ്പിയിട്ട് വയ്ക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ വറക്കുള്ളൂ. മസാലയൊക്കെ പിടിക്കുകയും ചെയ്യും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത് മാത്രം ചേർത്തിട്ടാണ്. അതായത് ഉപ്പും. ഇന്ന് ഫിഷ് ഫ്രൈ മസാലയല്ല, ഇതിങ്ങനെയാണ്. അപ്പോൾ അത് ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിലെ സാമ്പാർ, സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാമ്പാർ. അപ്പോൾ അതാണ്. പിന്നെ നമുക്കിന്ന് മീൻ വറുത്താണ് വയ്ക്കുക. മീൻ കറിയായിട്ടല്ല വറുത്തത്. നമ്മൾ അയില ചമ്പാൻ അതാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാണ്ട്. ഇപ്പോൾ കത്തിരിക്കണ്ട്. മറ്റ് കഷ്ണങ്ങളെല്ലാം ഒക്കെ പാകത്തിനേ ഉള്ളൂ, കുറച്ച്. ഇപ്പോൾ ഒരു ദിവസത്തിനുള്ളത് മാത്രം. കിഴങ്ങ് ഒക്കെ പാക അളവിന് നമ്മൾ സാധാരണ വീട്ടിൽ വയ്ക്കുന്ന പോലെ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാമ്പാർ. ഇന്നിപ്പോൾ സാമ്പാറും മീൻ വറുത്തും അങ്ങനെയാണ് ഇന്ന്. ക്യാരറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ 2 മുരിങ്ങക്കായ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴുകി ഇനി നുറുക്കാണ് വേണ്ടത്. നമുക്ക് ചെറിയൊരു കഷ്ണം മത്തനുണ്ട്. എനിക്ക് സാമ്പാറിൽ മത്തൻ ഇടുന്ന ഇഷ്ടമാണ്. അങ്ങനെ ചെറിയൊരു മധുരമുണ്ടായിരിക്കും. മത്തനൊക്കെ എളുപ്പം വെന്ത് ഉടയും ചെയ്യും. അതിൽ മത്തനും അതെ, കത്തിരിക്ക അതെ, അത് വെന്ത് ഉടയും. വലിയ ഉള്ളി, കത്തിരിക്ക ഇത് പിന്നെ കേടില്ല. ഉള്ളിൽ ചിലതൊക്കെ പുഴുക്കുത്തുണ്ടാവലുണ്ട്, ഇത് പിന്നെ ഇല്ല. കഷ്ണങ്ങൾ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഇതിലങ്ങനെ കാര്യമായിട്ടുള്ള കഷ്ണങ്ങളൊന്നും ചേർക്കാനില്ല. അപ്പോൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പരിപ്പ് നമുക്ക് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ അത് അടിയിലിട്ടു. അതിന് ശേഷം നമുക്ക് മറ്റു കഷ്ണങ്ങൾ, അതിലിപ്പോൾ വെണ്ടയ്ക്ക, മുരിങ്ങക്കായ അല്ലാത്ത കഷ്ണങ്ങളൊക്കെ നമുക്കത് ചേർക്കാം. കുറച്ചുള്ള കഷ്ണങ്ങൾ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാ പൊടികളും ഒക്കെ ചേർത്ത്, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിത് വേവിച്ചെടുക്കണം. ഒരു ചെറിയ ഉള്ളി നമുക്ക് അരയ്ക്കുന്നതിൽ ചേർക്കാനുള്ളതാണ്. സാധാരണ പോലെ തന്നെയാണ് അരയ്ക്കുന്നത്, വറുത്തരയ്ക്കുന്നില്ലെന്ന്. തേങ്ങ ചിരവിയത് ഉണ്ട്, അതവിടെ അരച്ച് വെക്കണം. ഒരു 3 വിസിൽ കഴിഞ്ഞ ശേഷം
ഇനിയിപ്പോൾ തന്നെ നമുക്കതിൽ വെണ്ടയ്ക്ക മുരിങ്ങാക്കായ പിന്നെയൊക്കെ റെഡിയാക്കി വെച്ചതാണ്. വെണ്ടയ്ക്കയും കൂടി അതിൽ ഇത് രണ്ടും ചേർക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ അത് ചേർക്കാം. ഇനി ഇതാ നമ്മൾ സാധാരണ പുളി അത് പിഴിഞ്ഞ് വാരുന്നുണ്ട്. പുളി 2 പ്രാവശ്യം പിഴിഞ്ഞ് വാരുന്നുണ്ട്. നമ്മൾ സാധാരണ വാളംപുളി. നമുക്ക് സാമ്പാർ പൊടി അതുകൂടി ചേർക്കാം. അപ്പോൾ അതെല്ലാം കൂടി ഒന്നുകൂടി വേവിച്ച് കഷ്ണങ്ങൾ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും എല്ലാം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ അരച്ചത് അത് അതാണ് ചേർത്തു. പിന്നെ കറിവേപ്പില. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് അത് താളിച്ച് ചേർക്കാം. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ മീൻ നമ്മൾ ആദ്യം തന്നെ ഒക്കെ മസാലയൊക്കെ പറ്റി വെച്ചാണല്ലോ. അപ്പം ഇനി അത് വറക്കാം. അതെ. പിന്നെ മീൻ ഏതായാലും ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ തന്നെയാണ്. വെളിച്ചെണ്ണ ഒക്കെ ചൂടായി. നമുക്ക് ഇനി അത് വറുത്തെടുക്കാം. അയല ചെമ്പാൻ കറിക്കും നന്ന്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ കറി വെച്ചിരുന്നു. ഇന്ന് പിന്നെ വറക്കാൻ വേണ്ടി മാത്രം നോക്കിയപ്പോൾ അയല ചെമ്പാൻ കിട്ടി. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ മീൻ വറവ് അത് ഇവിടെ കഴിഞ്ഞു. നമ്മളെ പൂച്ചക്കുട്ടി ഇപ്പോൾ ഇങ്ങനെ കുറേശ്ശേ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ അയക്കുന്നു. പൂച്ചേനൊപ്പം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയൊക്കെ നമ്മളാ പെട്ടീൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. ഇപ്പം ഇങ്ങനെ പുറം ലോകത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങി. അത്യാവശ്യം നടക്കാനും ഒക്കെ ഉഷാറായി. ഇപ്പോൾ പുറത്തിറങ്ങി നടക്കട്ടെ. സമയം ഏതായാലും 12 മണിയായി. നേരെ നമുക്ക് ഊണ് കഴിക്കാം. ഇനിയിപ്പോൾ ഏതായാലും വിളമ്പാം. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കാനുള്ള സമയമായി. ഇനിയിപ്പോൾ സാമ്പാർ, പിന്നെ മീൻ വറുത്തത്, പപ്പടം കാച്ചിയത്, പിന്നെ ഇപ്പോൾ തൈരുണ്ടെന്ന്. സാമ്പാർക്ക് തൈരോ മോരോ നല്ലൊരു ചേർച്ച തന്നെയാണല്ലോ. അതുണ്ടെങ്കിൽ വളരെ വിശേഷമാണ്. അപ്പം അങ്ങനെയാണിന്ന് ചോറ്, സാമ്പാർ, മീൻ വറുത്തത്, പപ്പടം കാച്ചിയത്, അങ്ങനെയാണ്. വെജും നോൺ വെജും ചേർന്നുകൊണ്ട് ഒരു ഉച്ചയൂണ്. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.